നമസ്കാരം. ജീവൻമുളയാണ്. അപ്പോൾ നമ്മുടെ ശബരിമലയിലെ ആളുകൾ സ്വർണം കട്ടതുമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രി അറസ്റ്റ് ചെയ്തേക്കുകയാണ്. അപ്പോൾ ഈ താഴമൺ കുടുംബത്തിലുള്ള അംഗമാണ് ഈ തന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാം പ്രാവശ്യമാണ് താഴമൺ കുടുംബത്തിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ താഴമൺ കുടുംബത്തിൽ നേരത്തെ നമുക്കറിയാം ഒരു അനാശാസ്യ പ്രവർത്തനത്തിന് ഒരു തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ആ കേസുകളൊക്കെ തേഞ്ഞുമാഞ്ഞു പോയി. ഇപ്പോൾ അടുത്ത ഒരു അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിതിപ്പം പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പം പറയാനുള്ളത് ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിലുള്ള, അതായത് നമ്മുടെ ഈ ഈഴവ സമുദായം തൊട്ട് ഇങ്ങ് താഴോട്ടുള്ള സമുദായ നേതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, ഈ നേതാക്കൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ശബരിമലയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, മലയരയ സമുദായത്തിൻ്റെ കയ്യിലിരുന്ന ഒരു കാനന ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്നത്. ആ കാനന ക്ഷേത്രത്തിന് ഈ പറയുന്ന അധിനിവേശക്കാരായിട്ടുള്ള ഈ ബ്രാഹ്മണന്മാര് കൈക്കലാക്കുകയാണ് ചെയ്തത്. അത് ഇവിടുത്തെ ചരിത്രം മനസ്സിലാക്കിയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ബ്രാഹ്മണ അധിനിവേശത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ ശബരിമലയിൽ സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഈ സാഹചര്യത്തിൽ ഈ ശബരിമല, അപ്പോൾ ഈ കള്ളന്മാരല്ല ഈ ശബരിമല ഭരിക്കേണ്ടത്, ഈ പെണ്ണുപിടിയന്മാരല്ല ശബരിമലയിലെ തന്ത്രിമാരാകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ശബരിമലയുടെ ശരിക്കും അവകാശികളായിട്ടുള്ള മലയരയ സമുദായത്തിന് ശബരിമലയെ തിരികെ നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു പ്രക്ഷോഭം നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇവിടുത്തെ പിന്നോക്ക വിഭാഗത്തിന് നേതാക്കളോടാണ് എൻ്റെ ചോദ്യം. ഈ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട ഈ സാഹചര്യത്തിൽ ശബരിമല ക്ഷേത്രം കാനന ക്ഷേത്രമാണ്. അത് മലയരയ സമുദായത്തിന് അവകാശപ്പെട്ടതാണ്. അവരുടെ പൂർവികർ കൈകാര്യം ചെയ്ത ക്ഷേത്രമാണ്. ആ ക്ഷേത്രം തിരികെ മലയരയർക്ക് നൽകുവാൻ വേണ്ടി